ഹായ്, ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തേങ്ങ ചിരകാതെയും മില്ലിൽ കൊടുക്കാതെയും എങ്ങനെ ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പഴയ കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഉരുക്ക് വെളിച്ചെണ്ണ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 തേങ്ങയാണ്. തേങ്ങയൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കുക്കർ ഉപയോഗിക്കുന്നത്. ചിരട്ടയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വിട്ട് കിട്ടാൻ വേണ്ടിയാണ് കുക്കറിലിട്ട് തേങ്ങ വേവിച്ചെടുക്കുന്നത്. തേങ്ങ കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നാല് വിസിലിന് ശേഷം കുക്കർ തുറന്നു നോക്കാം. ഇനി നമുക്ക് തേങ്ങയെ പുറത്തെടുത്തിട്ട് ചൂടാറാനായി മാറ്റിവെക്കാം. തേങ്ങ ചൂടാറിയതിന് ശേഷം നമുക്കതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇങ്ങനെ തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങയെ ചിരട്ടയിൽ നിന്ന് അടർത്തി മാറ്റുകയാണ്. തേങ്ങയെ ആവിയിൽ വെച്ച് വേവിച്ചത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കിത് അടർത്തി മാറ്റാൻ പറ്റുന്നതാണ്. ഇങ്ങനെ തേങ്ങയെ എളുപ്പത്തിൽ അടർത്തി മാറ്റാൻ കുക്കർ തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ഇഡ്ഡലിപ്പാത്രം ഉപയോഗിച്ചും തേങ്ങയെ വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി മാറ്റാൻ തേങ്ങയെ പറ്റും. ഇങ്ങനെ തേങ്ങ അടർത്തി മാറ്റിയതിന് ശേഷം അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുതായി തേങ്ങയെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആവിയിൽ വെച്ചതുകൊണ്ട് തന്നെ തേങ്ങ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ആ തേങ്ങാപ്പാൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തേങ്ങ അരച്ചെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് അതിൽ നിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ പിഴിഞ്ഞെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ തേങ്ങാപ്പാലാണിത്. നമുക്ക് കിട്ടിയ തേങ്ങാപ്പാൽ നേരെ തിളപ്പിക്കാൻ വെക്കുക. നമ്മൾ തേങ്ങാപ്പാൽ അടുപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ നമ്മൾ തേങ്ങാപ്പാൽ ഇളക്കി കൊടുക്കുന്നത് തിളച്ച് പുറത്തു പോകാതിരിക്കാനാണ്. തേങ്ങാപ്പാൽ ഇതേപോലെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. നമുക്കിത് ചെയ്തെടുക്കാനായി 1 മണിക്കൂറോളം സമയം ആവശ്യമായിട്ട് വരും. തേങ്ങാപ്പാൽ വറ്റി നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണയൊക്കെ വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തേങ്ങ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറായ ഈ ഒരു സമയത്താണ് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കേണ്ടത്. ഓഫാക്കിയതിന് ശേഷം എണ്ണ ചൂടാറാൻ വെക്കുക. ഇങ്ങനെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളെ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.